നമുക്ക് സ്റ്റാർട്ടാകില്ല എന്നൊക്കെ നോക്കാം. ഒരു കുഴപ്പമില്ല. ഇനി പെട്രോളിലാക്കുമ്പോൾ ഒരു വട്ടം ഒന്ന് ഉണ്ട് പെട്രോളിലായി. പെട്രോളിലാവുമ്പോഴാണ് അത് ചുമന്ന കളറിൽ വരുന്നത്. പിന്നെ ഗ്യാസിൽ തന്നെ ഇടാം. ഗ്യാസിലാണെന്നല്ലോ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. 18,000 രൂപ മുതൽ നമ്മുടെ വാഹനങ്ങളിൽ LPGയും അതുപോലെ 38,000 രൂപ മുതൽ CNGയും നമ്മുടെ ചേട്ടൻ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഒന്ന് കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ മൈലേജ് കൂടുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരുപാട് രൂപ നമുക്ക് പെട്രോളിൽ ലാഭിക്കാൻ പറ്റുന്ന ഒരു സംഭവം ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ വണ്ടികളിൽ നമുക്ക് LPGയും CNGയും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ LPG ഗ്യാസ് ആക്കിയിട്ട് ഗ്യാസിലും അതുപോലെ പെട്രോളിലും ഓടിക്കാനുള്ള പരിപാടി ചെയ്യാനുള്ള ഒരു ഇതിൽ നിൽക്കുക. കാരണം നമ്മൾ ഇത്രത്തോളം കാര്യങ്ങൾ ഈ വണ്ടിയിൽ ചെയ്തിട്ട് ഒരുപാട് രൂപ ഇപ്പോൾ ചിലവാക്കി. അപ്പോൾ ഇത്രയും രൂപ ചിലവാക്കി നമ്മുടെ വണ്ടി ഇങ്ങനെ ആക്കി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും മൈലേജ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ വണ്ടി പക്കയാണ്. അപ്പോൾ അതുകൊണ്ട് മൈലേജ് ഇല്ലാത്ത ഒരു പ്രശ്നം കൊണ്ട് നമ്മളെങ്ങനെ മൈലേജിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ലാഭത്തിൽ എങ്ങനെ വണ്ടിയെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു കുറച്ച് ദിവസങ്ങളിൽ. അങ്ങനെ നമ്മൾ അറിഞ്ഞു വണ്ടിയിൽ LPG കയറ്റി കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് കിട്ടും, കാര്യങ്ങൾ കിട്ടും എന്നുള്ളത്. പക്ഷേ ഇത് എവിടെ ചെയ്യും എന്നുള്ളൊരു പ്രശ്നവും നമുക്ക് വന്നു. അങ്ങനെ നമ്മൾ നെറ്റിലും കുറേ ഇടത്തൊക്കെ തപ്പി 2-3 പേരെ കോൺടാക്റ്റ് ചെയ്ത് അപ്പം അങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു ചേട്ടൻ, അപ്പോൾ പുള്ളിക്കാരൻ വീട്ടിൽ തന്നെ ആണ് ഇത് സെറ്റിങ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മുടെ വണ്ടികളിൽ വെച്ച് കൊടുക്കുന്നത്. പുള്ളിക്കാരന് കടയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ പുള്ളിയുടെ വീട്ടിലാണ് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ചിലവും ബാക്കി കാര്യങ്ങളും ഇതിൻ്റെ ഫിറ്റിങ്ങും എങ്ങനെയാണെന്നെല്ലാം നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. പക്ഷേ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗ്യാസിന് ഞാൻ ചോദിച്ചപ്പോൾ ഏകദേശം 65 രൂപയ്ക്കകത്തേ 1 ലിറ്ററിന് വരുന്നുള്ളൂ. അതേസമയം പെട്രോളിനാണെങ്കിലോ 110 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പം 1 ലിറ്ററിൽ നമുക്ക് അത്രയും രൂപ വ്യത്യാസം കിട്ടും. അപ്പോൾ നിലവിലുള്ള എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്കൊരു 8, 9, 10 അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ അറ്റം പോയി എനിക്കൊന്ന് 10 കിട്ടുമായിരിക്കും. അത്രയും നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഉള്ളൂ. അപ്പോൾ അതേസമയം ഈ 110 രൂപയ്ക്ക് നമ്മൾ 10 കിലോമീറ്റർ പോകുന്ന സമയത്ത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഈ 65 രൂപയ്ക്ക് 10 കിലോമീറ്റർ പോകാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം വണ്ടിയുടെ പുറമേ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ അകമേയുള്ള കാര്യങ്ങൾ കാണിക്കുന്നില്ലെന്ന് പലരും പരാതി പറയുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അകത്തൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാതെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അകം കാണിക്കാത്തത്. ഇനി പെറുക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വണ്ടി നമ്മളിപ്പോൾ വന്ന വഴിക്ക് മൊത്തം പൊടിയൊക്കെ അടിച്ചൊരു ഫുള്ള് ചെളിയായിട്ടിരിക്കുന്നു. കഴിയുമെങ്കിൽ ഇനിയൊന്ന് വൃത്തിയാകത്തുള്ളൂ. അപ്പോൾ അവിടുത്തെ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മൾ വണ്ടി കൊണ്ടുവന്നപ്പോൾ തിരുവനന്തപുരത്താണ്. ഈ കറക്റ്റ് ലൊക്കേഷനൊക്കെ എന്താണെന്ന് നമുക്ക് ചോദിച്ചാൽ ആ ചേട്ടനോട് തന്നെ മനസ്സിലാക്കാം. എനിക്കിവിടുത്തെ സ്ഥലപ്പേര് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് 2 രീതിയിൽ വെക്കാൻ പറ്റും. ഒന്ന്, നമുക്കൊരു 30 ലിറ്ററിൻ്റെ അകത്ത് വരുന്ന ഗ്യാസ് നമ്മുടെ വണ്ടിയുടെ സ്റ്റെപ്പിനി, ഈ വണ്ടിയുടെ സ്റ്റെപ്പിനി ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ്റെ അടിഭാഗത്താണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റെപ്പിനി ഇരിക്കേണ്ട സ്ഥലത്ത് ഈ ഗ്യാസ് വയ്ക്കാൻ പറ്റും. പക്ഷേ അതിൽ 30 ലിറ്ററൊക്കെ നമുക്ക് കപ്പാസിറ്റി കിട്ടത്തുള്ളൂ. ഇതിന് ലിറ്ററാണോ കിലോ ആണോ എന്ന് എനിക്ക് അർത്ഥം അറിയത്തില്ല. ചേട്ടൻ പറഞ്ഞു തന്നതാണ്, അത് ഒന്നുകൂടെ ചോദിച്ച് മനസ്സിലാക്കാം. അതേസമയം നമ്മുടെ അകത്ത്, അതായത് ഇവിടെ ഈ സീറ്റിൻ്റെ ഈ ഒരു പോർഷൻ, ഇവിടെ നമ്മൾ ഇല്ല ബാസ് ട്യൂബൊക്കെ വെക്കത്തില്ലേ, അതുപോലെ നമുക്ക് ഗ്യാസിൻ്റെ ആ ഒരു കുറ്റി വെക്കാൻ പറ്റും. അതിൽ 60 ലിറ്റർ എടുക്കും. ലിറ്ററാണോ കിലോ ആണോ ചോദിക്കാം. അപ്പോൾ എന്തായാലും അതിൽ 60 എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു വട്ടം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 60 ലിറ്റർ ആയിരിക്കാം. അപ്പോൾ 60 ലിറ്റർ നമുക്ക് ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് അത്രയും കിലോമീറ്ററുകൾ ഓടിയിട്ട് നമുക്ക് പിന്നീട് അടിച്ചാൽ മതി. നമ്മൾ ഈ വണ്ടി കൊണ്ടൊരു ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അന്നേരം അത്ര അടിച്ചിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതിയല്ലോ. അതേ സമയത്ത് നമ്മളൊരു വഴിക്ക് പോവുക, അപ്പോൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും പെട്രോൾ തീരുകയോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിഷയമില്ല. അപ്പം പെട്രോളല്ല, ഗ്യാസ് തീരുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോളിൽ ഓടിക്കാം. അതുപോലെ പെട്രോൾ തീരുവാണെന്നുണ്ടെങ്കിൽ ഗ്യാസിൽ ഓടിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ പമ്പ് കാണാൻ സാധ്യതയില്ല, ഗ്യാസ് നിറയ്ക്കുന്ന പമ്പ് കാണാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പെട്രോൾ പമ്പ് ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പെട്രോൾ അടിച്ച് ഫില്ല് ചെയ്തിട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം രണ്ടിലും നമുക്ക് ഉപകരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഗ്യാസ് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. LPG ആണ്, അതേസമയത്ത് CNG ഉണ്ട്. പക്ഷേ CNG വെക്കണമെങ്കിൽ ഏകദേശം 50,000 60,000 രൂപ ചിലവ് വരുന്നുണ്ട്.
പക്ഷേ CNG നമുക്ക് ഇരട്ടി കിലോമീറ്റർ കിട്ടുമെന്ന് പറഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ലാഭമുണ്ട്. പക്ഷേ നമ്മുടെ എൻ്റെ സ്ഥലം പുനലൂരാണ്. പുനലൂർ ഭാഗത്തുനിന്ന് CNGയുടെ നിറയ്ക്കുന്ന സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ CNG വെക്കുന്നില്ല. അതേസമയം നമ്മുടെ കൊട്ടാരക്കരയിലുണ്ട് നമ്മുടെ LPG നിറയ്ക്കുന്നത്. അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എങ്ങനെ പോലും ഒരു മാസമൊക്കെ സുഖമായിട്ട് ഓടിച്ച് പോകാൻ പറ്റും എൻ്റെ ഓട്ടത്തിനാണെങ്കിൽ. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കൊട്ടാരക്കര വഴി വരുമ്പോൾ പിന്നെ നിറച്ചാൽ മതി. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭമുണ്ട്. ആണ്ടൊരു ചേട്ടൻ, ഈ ചേട്ടനും നമ്മുടെ വണ്ടിയിൽ വെക്കാൻ വന്നേ. ചേട്ടാ നമസ്കാരം. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ LPGയിലേക്ക് മാറുന്നത്? LPG മാറുമ്പോഴത്തെ പെട്രോളിനെ അപേക്ഷിച്ച് നമുക്ക് നല്ല ലാഭം ഉണ്ടാവും. മൈലേജ് ഇത്തിരി വ്യത്യാസം, മൈലേജും കൂടാൻ സാധ്യതയുണ്ടല്ലേ? അങ്ങനെ പെട്രോളിൽ നമുക്ക് ഏകദേശം കമ്പനി പറയുന്നത് 12 ആണെങ്കിലും നമുക്ക് 10 കിട്ടുന്നുള്ളൂ. അതെ അതെ അതെ, ഞാനും അതാ പറഞ്ഞത്. നമ്മുടെ വണ്ടിക്കാണെങ്കിലും ഒരു 10-8 കിട്ടുന്നുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ അപേക്ഷിച്ച് അതെ എല്ലായിടത്തും കൊണ്ടും കുഴിയാണ്. അതെ, ഒന്നും മെച്ചമെന്ന് പറയാനില്ല. അതുകൊണ്ട് LPG എന്തുകൊണ്ടും നേട്ടം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും LPGയിലേക്ക് ഇപ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ടെന്ന് തോന്നുന്നു. LPGയിലോട്ട് മാറുന്നുണ്ട്. പിന്നെ എല്ലാ ഇപ്പോൾ BS6 ആയതിന് എല്ലാ വണ്ടിയും ഡീസലൊക്കെ ഇപ്പോൾ മാരുതി സ്റ്റോപ്പ് ചെയ്തു. ഓ അത് ശരി. ഇപ്പം വലിയ പെട്രോളും CNGയും LPGയാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പോരാത്തതിന് 65 രൂപയ്ക്കകത്തല്ലേ ഒരു ലിറ്ററിന് വരുന്നുള്ളൂ. 62 രൂപ. 62 വേരിയേഷൻ വരും. എങ്കിലും പോട്ടെ. അതെ അല്ലേ? ഓ അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ നമുക്ക് 65 രൂപ ഒരു ലിറ്ററിൽ വരുന്നുള്ളൂ ചിലവ്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് മാറുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ചേട്ടൻ വരട്ടെ. ആ ചേട്ടനോട് ചോദിച്ച് ബാക്കി കാര്യങ്ങൾ അറിയാം. ഇത് നമ്മുടെ വണ്ടിയിൽ വെക്കണമെങ്കിൽ എന്തൊക്കെ വേണം, അതുപോലെ ലീഗലായിട്ട് പേപ്പറിൽ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് LPGയിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. ഈ വണ്ടി ഇപ്പം നിലവിൽ LPG ആക്കിയിരിക്കുകയാണ്. നമ്മൾ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്രോൾ ആൻഡ് LPG എന്നാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പേപ്പർ ഭാഗം എല്ലാം ഓക്കെ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു വണ്ടിയിൽ ചെയ്യണമെങ്കിൽ പേപ്പർ ഭാഗം ഇല്ലെങ്കിൽ എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യുന്നതെന്നുള്ള കാര്യവും നമുക്ക് ആ ചേട്ടൻ വരുമ്പോൾ ചോദിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. നമുക്ക് താണ്ട് ഇപ്പം നിലവിൽ ആ പറഞ്ഞ ചേട്ടൻ്റെ വണ്ടിയുടെ നോക്കാം. ഇപ്പോൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുക, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗുഡ്സ് വണ്ടിയാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിൽ ലെവൽ കാണിക്കും അല്ലേ ഏട്ടാ? ഇതിന് സ്വിച്ചിലാണ് ലെവലും കാര്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ ഇതിലെങ്ങനെയാണ് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴാണോ പെട്രോളിലേക്ക് സ്പ്ലിറ്റ് ആവുന്നത്? പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേന് പെട്രോളും അതുപോലെ നമുക്ക് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് കുറേ യൂണിറ്റും പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ യൂണിറ്റ് അല്ലേ? LPGയുടെ യൂണിറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാ? അതാണ് മെയിനായിട്ട് വരുന്നതിൻ്റെ യൂണിറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഈ വന്നേക്കുന്നത് ഓക്കെ ഓക്കെ വേണ്ട, ഇതും അതൊക്കെ അതിൻ്റെ യൂണിറ്റുകളാണ്. ഇങ്ങോട്ടെടുത്ത് ഇത് മെയിൻ യൂണിറ്റ്. ഇറ്റാലിയൻ അല്ലേ? അപ്പോൾ ഇതിനടിയിലാണ് നമ്മുടെ കുറ്റി ഇരിക്കുന്നത്. കാണാൻ പറ്റുമോയെന്നറിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങോട്ട് കണ്ട ഇതോടെ അവിടെ സ്റ്റെപ്പിനി ഇരിക്കേണ്ട സ്ഥലം. അപ്പോൾ സ്റ്റെപ്പിനിക്ക് പകരം നമ്മൾ ഈ ഒരു വയ്ക്കും. ഇതിൻ്റെ ബാക്കി വരും അല്ലേ? ഓ ഓക്കെ ഓക്കെ. അപ്പോൾ സ്റ്റെപ്പിനിയും വരുന്നുണ്ട്. പ്രത്യേകം ചെയ്തയാ? സാധാരണ നമുക്ക് സ്റ്റെപ്പിനിയുടെ സ്ഥലത്താണ് ഇത് വെക്കുന്നത്. പക്ഷേ ഇതിൽ സ്റ്റെപ്പിനിയും ഉണ്ട്, അതുപോലെ കുറ്റിയും വരുന്നുണ്ട്. സ്റ്റെപ്പിനി ബാക്കിൽ വരും അല്ലേ? ഉണ്ട്, ഇവിടെ സ്റ്റെപ്പിനിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു കുറ്റി. ഇത് എത്ര ലിറ്റർ ആയിട്ടാ? 30 ലിറ്ററിൻ്റെ കുറ്റിയാണിത്. ഇതിൻ്റെ ഇടയിൽ 35 ലിറ്ററും വരുന്നുണ്ട്. അങ്ങനെ പല കുറ്റികൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെട്രോളും ഇത് വെച്ച് നോക്കാൻ നമുക്ക് ഒരുപാട് രൂപ വേരിയേഷൻ വരും അല്ലേ? പകുതി. അതെ അതെ അതെ, പകുതി ചിലവ് വരുന്നുള്ളൂ. ഇനി പകുതി ചിലവിൽ നമ്മൾ AC കിട്ടിന് യാത്ര ചെയ്യും. നേരത്തെ ഞാൻ കാണിച്ച ഫോട്ടോയും ചിലപ്പോൾ നല്ലോണം മനസ്സിലായിട്ടുണ്ടാകത്തില്ല. ഇതാണ് നമ്മുടെ ഒരു സ്റ്റെപ്പിനിയുടെ മോഡലിൽ വരുന്ന ഗ്യാസിൻ്റെ ടാങ്ക്. ഇത് നമ്മുടെ ബാക്കിൽ വെക്കുന്ന ഏകദേശം 50-60 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് വണ്ടിയുടെ ബാക്കിൽ. അപ്പോൾ അത്രയും സ്ഥലം നമുക്ക് വേസ്റ്റ് ആവും. മറ്റേതാകുമ്പോൾ നമുക്ക് വണ്ടിയുടെ അടിയിൽ സ്റ്റെപ്പിനി പോലെ വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മോഡൽ വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ചെറിയ റേറ്റിൽ വേരിയേഷൻ വരും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ LPG ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പമ്പിൽ ഇഷ്ടംപോലെ ഓട്ടോ ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി കിടപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കാർ ഇങ്ങനെ കറങ്ങി വാ, അവിടെ 2 ഫില്ല് ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം ഓട്ടോയ്ക്കും ഒരെണ്ണം കാറിനും ആണെന്ന് തോന്നുന്നു. ആ ചേട്ടൻ അങ്ങനെയാണ് എനിക്ക് ഫില്ല് ചെയ്ത് തന്നത്. അപ്പം വേണ്ട, ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമ്മുടെ പെട്രോൾ എങ്ങനെ അടിക്കുന്നത് അതുപോലെ തന്നെ കണക്ട് ചെയ്യുന്നു. അത്രയും സ്പീഡ് തന്നെ ഉണ്ട് കേട്ടോ, അല്ലാതെ വലിയ താമസമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇനി ഗ്യാസ് ഫില്ല് ഒരുപാട് നേരം എടുക്കുന്നു. അങ്ങനെയൊന്നുമില്ല, രണ്ടിനും ഏകദേശം ഒരേ സമയം പോലാണ്. അപ്പോൾ അതാണ്ട് കണ്ടില്ല, ഈ ഒരു ബോഡിയിലാണ് ഹോളിട്ട് ആ ഒരു അഡാപ്റ്റർ വയ്ക്കുന്നത്. നിലവിൽ നമ്മുടെ വണ്ടിയിൽ ഗ്യാസ് ഉണ്ടായിരുന്നു പണ്ട്, അത് മാറ്റിയതാണ്. അതുകൊണ്ട് ആ ഒരു ഹോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്യാസ് എല്ലാം ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു വീട്ടിൽ സർവീസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഹോം സർവീസും ഉണ്ടെന്നുള്ള കാര്യം.
അതായത് നമുക്കിപ്പം വണ്ടി ഈ പറയുന്ന ലൊക്കാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ വന്ന് ഈ വണ്ടിയിൽ നമുക്ക് ഗ്യാസ് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അതുപോലെ ഇതിന് എന്തെങ്കിലും സർവീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ പെട്രോളിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്യാസിലേക്ക് ആക്കുമ്പോൾ അതിലെന്തോ ഒരു ട്യൂൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്യാസിലിട്ട് ഇതുവരെ ഞാൻ വണ്ടി ഓടിച്ചു നോക്കിയില്ല. കാരണം ഓടിച്ചു നോക്കാതെ ഇതിന് ഒരു കംപ്ലയിൻറ്റും ഇല്ലെന്ന് എനിക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇനി വരും വീഡിയോയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോർഷനിൽ വണ്ടിയെ പറ്റി സംസാരിക്കുമ്പോൾ ഗ്യാസ് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ഏകദേശം ഗ്യാസ് ഫില്ല് ചെയ്യുന്നതെല്ലാം നിങ്ങൾ കണ്ടു കാണും. ഒരു ഗ്യാസ് അടിക്കുന്ന പമ്പിൽ പോയി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു യൂണിറ്റിലാണ് നമ്മുടെ ഒരു ഗ്യാസിൻ്റെ ലെവലും കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാം ആ ചേട്ടൻ ട്യൂൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അകത്തെ ആ ഒരു ഗ്യാസിൻ്റെ യൂണിറ്റ് വെച്ചിരിക്കുന്ന സ്ഥലം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തോ ട്യൂണിങ് പരിപാടികളൊക്കെ ഉണ്ട്. കണ്ടില്ല, വണ്ടിയുടെ അകം മൊത്തം ചെളിയാണ്. അപ്പോൾ ഇനി കൊണ്ടുവന്ന് സർവീസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് വണ്ടി കറക്റ്റായിട്ട് ഓടിച്ചു നോക്കാം. അങ്ങനെ ഞാൻ ട്രയൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ആ ഒരു സ്ഥലത്ത് വന്നു. പക്ഷേ അവിടെ 2 ഏറ്റം ഞാൻ ഓടിച്ചു നോക്കിയിട്ട് ഏറ്റം കയറുന്നതിന് പമ്മലോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് സർവീസ് ചെയ്യുന്ന ആ വീടൊന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ ആ കുറ്റി വെച്ചേക്കുന്ന അറിയത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ കുനിഞ്ഞ് നോക്കിയാൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് അടിയിൽ അതിൻ്റെ കുറ്റിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വണ്ടി ഇപ്പോൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വെച്ച് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതതിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ പുതിയ യൂണിറ്റും ഇതിൻ്റെ കിറ്റും സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാ കുറ്റി, ഇത് അടിയിൽ സ്റ്റെപ്പിൻ നമ്മുടെ വണ്ടിയിൽ വെച്ച കണക്ക് തന്നെ സ്റ്റെപ്പിനിയുടെ അവിടെ വരുന്നത്. ഇത് എത്ര ലിറ്ററാണ്? 30 ലിറ്റർ അല്ലേ. ആ 30 ലിറ്ററിൻ്റെ കുറ്റിയാണ്. നമ്മുടെ 35 വെച്ചല്ലേ. ഓക്കെ, ഇതിൻ്റെ ഒരു ഇച്ചിരി കൂടെ വലുതാണ് നമ്മുടെ വണ്ടിയിൽ വെച്ചത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നമ്മൾ വെച്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിലും നമുക്ക് വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം, പേരെന്താ? അൽത്താഫ്. ഓ ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ അധ്യാപകനല്ലേ? ആഹാ. ഇവിടെ അടുത്ത് തന്നെയാണ്. ആഹാ. എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ LPGയിലേക്ക് മാറാമെന്ന് വിചാരിച്ചത്? സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാനപ്പെട്ട കാര്യം. മൈലേജിൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലേ? ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഷെവർലെറ്റ് ഏവിയോ, ഇതിനെ സംബന്ധിച്ചിടത്തോളം വണ്ടി നല്ലതാണ്, പക്ഷേ മൈലേജ് വളരെ കുറവാണ്. ഇപ്പോൾ നമുക്ക് 1 ലിറ്റർ അടിച്ചാൽ ഒരു 10-12 നമ്മളെ പോലൊക്കെ തന്നെ, നമുക്കത് 10-8 ഉള്ളൂ. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് LPG ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ കൂടുതൽ നോക്കിയപ്പം 2 ആശയങ്ങളായിരുന്നു, CNG വേണോ LPG വേണോ എന്നുള്ളത്. അങ്ങനെ LPGയിലേക്ക് വന്നതാണ്. CNGയുടെ പമ്പ് കുറവല്ലേ CNGയിൽ ഈ പരിസരത്തിൽ? അത് മാത്രമല്ല പലയിടത്തും ഉള്ളിടത്തൊക്കെ 1-2 മണിക്കൂർ ക്യൂ ആണ്. അയ്യോ, ഞാനിപ്പോൾ അത് കണ്ട് ഞെട്ടിപ്പോയി. ഈ വണ്ടിയിൽ CNG ഞാനിപ്പോൾ ഒരു പമ്പിൽ പോയി. അപ്പോൾ LPG അടിക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ട് ചേട്ടാ ഗ്യാസ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഈ ക്യൂവിലേക്ക് കയറിയിരുന്നാൽ മതി. ഒരു കോശയാത്രയ്ക്കുള്ള വണ്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് CNGയാണ്, LPG ആണെങ്കിൽ ആ പമ്പിലില്ല, വേറൊരു പമ്പിലാണ്. അവിടെ ചെന്നുകൊണ്ട് നമുക്ക് വലിയ താമസമൊന്നും വന്നില്ല, നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്ത് തന്നു. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഫില്ലിങ്ങിൻ്റെ എളുപ്പത്തിൽ നോക്കുമ്പോൾ LPG തന്നെയാണ് നല്ലത്. പിന്നെ മറ്റേത് ഭയങ്കര ലാഭമാണെന്ന് തോന്നുന്നു അല്ലേ, റേറ്റിലൊക്കെ വെച്ച് നോക്കുമ്പോൾ? CNG ലാഭമാണ്, പക്ഷേ അതിൻ്റെ സാങ്കേതിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് 100 രൂപയ്ക്കും പെട്രോൾ ഇത് LPG അടിക്കാം. മറ്റേത് ഫുള്ള് നിറയ്ക്കണം. പിന്നെ അല്ല, എനിക്ക് അതും അറിയില്ലായിരുന്നു കേട്ടോ, ഇങ്ങനെ ഫുൾ അടിക്കണം എന്നുള്ളത്. ഫുൾ അടിച്ചാൽ ഫുൾ അടിക്കണമെന്നാണ്. അത് മാത്രമല്ല മാക്സിമം നമുക്ക് കിലോമീറ്റർ വരുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ CNG. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ പ്രശ്നം വിഷയങ്ങളൊന്നും 30 ആണെങ്കിൽ 30 ടാങ്ക് വെച്ചാൽ അത്രയും നമുക്ക് കിട്ടും, കപ്പാസിറ്റി കിട്ടും. അതെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് രണ്ടുപേരും ഇന്നാണ് ഇൻസ്റ്റാൾ ചെയ്ത വണ്ടിയിൽ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ലാഭം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ ഇവിടെ വന്നപ്പോഴാണ് ചേട്ടൻ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ കണ്ട് നമ്മുടെ യൂസ്ഡ് ബൈക്സിൻ്റെ വീഡിയോ കണ്ട് വാങ്ങിച്ചൊരു വണ്ടിയാണ് ഈ ഇരിക്കുന്നത്. അത് ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത്, റിയാസിൻ്റെ. ചേട്ടാ, പലരും നമ്മുടെ വീഡിയോയിൽ പറയുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ ഇതിപ്പോൾ നമ്മൾ തിരുവനന്തപുരം അടുപ്പിച്ചാണ് നിൽക്കുന്നത്, ആറ്റിങ്ങലാണ് നിൽക്കുന്നത്. അപ്പം പലരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റിയാസിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി എടുത്ത് പല പ്രശ്നങ്ങളുണ്ട്, വണ്ടി പോരാ കൊള്ളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആറ്റിങ്ങൽ നമ്മൾ വന്ന് ചാടിയ ഒരു സ്ഥലമാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞത് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ വണ്ടി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല, ഇപ്പം ഞാൻ ഇപ്പോൾ വണ്ടി വാങ്ങിച്ചതിന് ശേഷം തന്നെ റിയാസിൻ്റെ കെയർ ഓഫിൽ 2-3 ബൈക്സ് വാങ്ങിച്ചു. അതൊക്കെ നല്ല രീതിയിൽ തന്നെ
ഒരു പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ റിയാസിനെ വിളിച്ചാൽ തന്നെ റിയാസ് റിപ്ലൈ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് റിയാസ് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം. നമുക്കത് അവിടെ ചെന്ന് സാർ ഇത് വല്ല മിസ്സിങ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നല്ല രീതിയിലുള്ള ഒരു സഹകരണം റിയാസിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് പ്രശ്നങ്ങളും ഇല്ല, ഇതുവരെയായിട്ടും ഇല്ല. ഓക്കെ, എന്തായാലും കണ്ടുമുട്ടിയതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ വന്നു, അപ്പോൾ എന്നെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ എന്തായാലും നടക്കട്ടെ ചേട്ടാ, പരിപാടികൾ നടക്കട്ടെ. എന്തായാലും ഇവിടെ വീട്ടിൽ വന്ന് ചെയ്ത് തരുന്നുണ്ടല്ലേ? ആ, വീട്ടിൽ വന്ന് ചെയ്ത് തരും. ഹോം സർവീസുള്ള അതെന്തായാലും നല്ലൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. അത് നമുക്കാണെങ്കിൽ ജോലിയും കാര്യങ്ങളൊക്കെ വന്ന് തിരിച്ചെത്തുമ്പോൾ ഒരു സമയമാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അവർ നമുക്ക് നൽകുന്ന ഒരു സേവനത്തിന്റെ ഭാഗമാണ്. അതെ. പിന്നെ അതുപോലെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ചേട്ടാ ഇവിടെ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റുകൾ നമുക്ക് ചോദിക്കുമ്പോൾ, നമുക്ക് സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി സമയം ഓരോരുത്തർക്ക് സമയത്തിന് മൂല്യമുണ്ട്. ആ സമയം പുള്ളി ഫോണിലൂടെ നമുക്കത് ക്ലിയർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഒരു പോസിറ്റീവ് സൈൻ ആണല്ലോ നമുക്ക്. അതെ. ഓക്കെ, എന്തായാലും താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങളെല്ലാം ഗ്യാസിനെ പറ്റി പറഞ്ഞു, ഭയങ്കര ലാഭമാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം ഉള്ള ഒരു സംശയം കാണും, ഇത് എത്ര രൂപയ്ക്ക് നമ്മുടെ വാഹനത്തിൽ വെക്കാൻ പറ്റും എന്നുള്ള കാര്യം. 18,000 രൂപ മുതൽ നമ്മുടെ വാഹനങ്ങളിൽ LPGയും അതുപോലെ 38,000 രൂപ മുതൽ CNGയും നമ്മുടെ ചേട്ടൻ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് തിരക്കി വെച്ച് നോക്കിയപ്പം ഒരുപാട് രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട്, ഒരുപാട് റേറ്റ് കുറവുണ്ട് നമ്മുടെ ഈ ഒരു ചേട്ടന്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് തിരക്കി കോൺടാക്ട് ചെയ്ത് ഇവിടെ വന്ന് അങ്ങോട്ട് പറഞ്ഞു ഞാൻ എനിക്കൊരു വീഡിയോ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ച് പെർമിഷൻ എടുത്ത് നമ്മൾ അവർക്ക് വേണ്ടി അങ്ങോട്ട് ഒരു വീഡിയോ എടുത്തത്. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള ഒത്തിരി വീഡിയോസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. കാരണം 1 ലിറ്ററിൽ നമുക്ക് ഇത്ര രൂപ വ്യത്യാസം വരുമ്പോഴത്തേനെ നമ്മൾ ഒരു മാസമൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഒരുപാട് രൂപ നമ്മുടെ കയ്യിലിരിക്കും. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്തുകൂടെ. അപ്പോൾ അങ്ങനെ റേറ്റിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് വീഡിയോ എടുക്കുന്നതിൻ്റെ അടുത്ത ദിവസം രാവിലത്തെ സംഭവമാണ്. എങ്ങനെ ഉണ്ടെന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണ്ടേ, എന്തെങ്കിലും പമ്മലോ കാര്യങ്ങളോ ഉണ്ടോയെന്ന്. നമുക്ക് സ്റ്റാർട്ടാകില്ല എന്നൊക്കെ നോക്കാം, കാരണം ഗ്യാസിലല്ലേ കിടക്കുന്നത്. ഉണ്ട് ഈ ബ്ലിങ്ക് ആവുന്നത് ഇപ്പോൾ രാവിലെ ആയിട്ട് നല്ല രീതിയിൽ പെട്രോൾ ഇറങ്ങുന്ന ഒരു ടൈമാണ്. പെട്രോൾ ഇറങ്ങുമ്പോഴാണ് ഇത് ബ്ലിങ്ക് ആവുന്നത്. എനിക്ക് അങ്ങനെയാണ് പറഞ്ഞു തന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. നമ്മുടെ ഇതേ സംഭവം ഇപ്പം വണ്ടി ഗ്യാസിലാണ്, ഒരു കുഴപ്പമില്ല. ഇനി പെട്രോളിലാക്കുമ്പോൾ ഒരു വട്ടം ഉണ്ട് പെട്രോളിലാവുമ്പോഴാണ് അത് ചുമന്ന കളറിൽ വരുന്നത്. എന്നാലും ചെറുതായിട്ട് വണ്ടി ഒന്ന് പമ്മി അങ്ങ് ഓണാവും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വേറെ വേരിയേഷൻ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പിന്നെ ഗ്യാസിൽ തന്നെ ഇടാം, ഗ്യാസിലാണെന്നല്ലോ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഗ്യാസിലിട്ട് നമ്മളിപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് 55 കിലോമീറ്ററാണ് നമ്മൾ ഗ്യാസിൽ ഓടിച്ച് നോക്കിയത്. അതായത് ആറ്റിങ്ങലിൽ നിന്ന് ഇവിടം വരെ വന്നത്. പക്ഷേ ഒരു കുഴപ്പവും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്തൊരു സംഭവം എന്താണ്, കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഒരു ലെവൽ കാണിക്കുന്നുണ്ട്, ഇപ്പോൾ അത് റെഡിലാണ് കിടക്കുന്നത്. അത് മുകളിലേക്ക് വരുമ്പോഴത്തേന്, അതായത് ഫുൾ ടാങ്ക് അടിക്കുമ്പോഴത്തേനെ നമുക്കത് ഗ്രീൻ സിഗ്നലും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ അതൊന്ന് സർവീസ് ചെയ്യാനുണ്ട്. കാരണം ഈ ടാങ്ക് കുറേ നാൾ എടുക്കാതെ വെച്ചിരുന്നതായതുകൊണ്ട് ടാങ്കിൻ്റെ അകത്ത് ചെറിയ ഗ്യാസ് കാണും, അതായത് വായു അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അടിച്ച ഗ്യാസും കൂടെ ആകുമ്പോഴത്തേനെ ഫില്ലാവില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ കൊണ്ടുവരണമെന്ന് ആദ്യം പറഞ്ഞായിരുന്നു. കാരണം നമ്മൾ വണ്ടി ഇപ്പോൾ വേണമെന്ന് പറഞ്ഞ് വെപ്രാളം പിടിച്ചല്ലേ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമുണ്ട്. അതെന്തായാലും നമ്മളിനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ ക്ലിയർ ആക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഗ്യാസ് വെച്ച് തന്ന ആ ഒരു ചേട്ടനെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി സർവീസിന് പോകുമ്പോൾ പുള്ളിക്കാരനെ കാണിച്ചു തരാം. കാരണം തിരക്കിലായിരുന്നു, അപ്പോൾ സ്ഥലത്തും ഇല്ലായിരുന്നു. അന്നേരം എനിക്ക് കാണിക്കാൻ പറ്റാതെ പോയത് അതുകൊണ്ടാണ്. ഇത് കണ്ടോ, നമ്മുടെ വണ്ടി ഒതുക്കിയ സ്ഥലത്ത് കണ്ടേ തണ്ണിമത്തം കിളിച്ചിരിക്കും, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഞാൻ ഓടിച്ച് നോക്കി, ഇപ്പോൾ ഗ്യാസിൽ നമ്മൾ ഓടിച്ച് നോക്കി, കുഴപ്പങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല, കൊള്ളാം. ഇനി കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ടുള്ള ഇത് കാര്യങ്ങൾ ഞാൻ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് അറിയിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ എല്ലാം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചേട്ടനോട് പറയും. കാരണം LPGയിൽ തന്നെ ഓരോ വണ്ടിക്കും ഓരോ റേറ്റ് വേരിയേഷനും പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുക.
ഇനി ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ എനിക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അതുപോലെ CNG ആണെന്നുണ്ടെങ്കിൽ മൈലേജിൽ ഒരുപാട് വേരിയേഷൻ വരുമെന്നാണ് പറഞ്ഞു കേട്ടത്. ഇരട്ടി വേരിയേഷൻ എങ്ങാണ്ട് വരും. അങ്ങനെ എന്തൊക്കെ ഒരുപാട് കാര്യമുണ്ട്. രണ്ടിനും രണ്ട് പ്രയോജനങ്ങളുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.